ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് ഇപ്പോൾ കുറച്ച് കാലമായി നമ്മൾ ക്രെഡിറ്റ് കാർഡ്സിൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അപ്പോൾ നിങ്ങൾക്ക് ആക്ച്വലി ഇപ്പോൾ നമുക്ക് അറിയാവുന്ന പോലെ തന്നെ ഒക്ടോബർ ഓൾമോസ്റ്റ് കഴിയാറായി. ഒക്ടോബർ നവംബറിലേക്ക് കിടക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അപ്രൂവലുള്ള, അതായത് അപ്രൂവൽ റേറ്റ് ഉള്ള ക്രെഡിറ്റ് കാർഡ്സുകളുടെ ഡീറ്റെയിൽസാണ് നമ്മൾ പറയാൻ പോകുന്നത്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ ക്രെഡിറ്റ് കാർഡുകളുടെയും കാര്യങ്ങളും പോകുന്നില്ല എന്ന് വെച്ചാൽ എല്ലാം നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാർഡുകൾ തന്നെയാണ്. പുതിയ കാർഡുകളൊന്നും നമുക്ക് ഇപ്പോൾ റീസെൻ്റ്ലി വന്നിട്ടുണ്ട്. അതിന് സെപ്പറേറ്റ് വീഡിയോ നമ്മുടെ രണ്ടാമത്തെ ചാനൽ നമ്മൾ ഇടുന്നുണ്ടായിരിക്കും കേട്ടോ. ഇക്വിറ്റാസ് ബാങ്ക് ഉണ്ടല്ലോ, ഇക്വിറ്റാസ് സ്മോൾ ഫിനാൻസ് ബാങ്ക്, അവരുടെ 2 ക്രെഡിറ്റ് കാർഡ് പോകുന്നുണ്ട് ലൈവായിട്ട്. അപ്പോൾ അത് അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. സ്മോൾ ഫിനാൻസ് ബാങ്കുകാരാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം അപ്രൂവൽ റേറ്റ് കൂടുതലായിരിക്കും. അപ്പോൾ വീഡിയോ കാണാൻ മറക്കണ്ട. നമ്മുടെ JMB26 എന്ന ചാനലിൽ ഞാൻ ഇടാൻ പോകുന്നുണ്ട്. ഇന്ന് നാളായിട്ട് ഇടൂട്ടാ, അപ്പോൾ മറക്കണ്ട. അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് ആക്ച്വലി ഈ ഒരു ഒക്ടോബർ നവംബർ മാസത്തിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്തിട്ട് നോക്കാവുന്ന, അതായത് ഏറ്റവും കൂടുതൽ അപ്രൂവൽ റേറ്റ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാമല്ലോ. ഇപ്പോൾ അത്യാവശ്യം ക്രെഡിറ്റ് കാർഡ്സ് ഒക്കെ കിട്ടാൻ ഇപ്പോൾ അത്യാവശ്യം നല്ല പാടാണ്. പണ്ടത്തെ പോലെ അത്ര ഈസി എന്നല്ല. എന്ന് വെച്ചാൽ നമ്മുടെ 2024 പകുതിയപ്പോൾ തന്നെ RBIയുടെ സൈഡിൽ നിന്ന് നല്ലൊരു ടൈറ്റനിങ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് നിങ്ങൾ ആദ്യമായിട്ട് കാർഡ് എടുക്കാൻ പോകുന്ന ഒരാൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി സിബിൽ സ്കോർ, ക്രെഡിറ്റ് സ്കോർ നോക്കും. സിബിൽ സ്കോർ ഞാൻ പ്രത്യേകിച്ച് ഇത് പറയുന്നില്ല. ക്രെഡിറ്റ് സ്കോർ നോക്കും, ഇൻകം പ്രൂഫ്, അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പോൾ ITR ആയാലും കുഴപ്പമില്ല, സാലറി സ്ലിപ്പ് ആയാലും കുഴപ്പമില്ല, അങ്ങനെ നോക്കാറുണ്ട്. പിന്നെ നിങ്ങൾക്ക് അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ എന്താ പറയുക പ്രീ അപ്രൂവലായിട്ട് ഓഫറും കാര്യങ്ങളൊക്കെ വരണം. എന്നാലും മാത്രം നമുക്ക് അതിലും ചിലവർക്കൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ, നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല ടൈറ്റനിങ് ആയിട്ടുണ്ട് സാധനം. അപ്പോൾ നമ്മുടെ അതുപോലെ തന്നെ അപ്ലൈ ചെയ്ത് നോക്കുന്നുണ്ട്. അപ്ലൈ ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ റെഫറൽ ലിങ്ക് ത്രൂ അപ്ലൈ ചെയ്ത് നോക്കുക. കിട്ടാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. നമ്മുടെ സെറ്റപ്പിൻ്റെ റെഫറൽ ലിങ്കുകളാണെല്ലാം. അപ്പോൾ നമ്മൾ ആദ്യത്തെ പറയാൻ പോകുന്നത് നമ്മുടെ HDFC ബാങ്കിൻ്റെ പിക്സൽ പ്ലേ ക്രെഡിറ്റ് കാർഡാണ്. ഇത് ആക്ച്വലി നമുക്ക് ബുക്ക് മൈ ഷോയിൽ ബൈ വൺ ഗെറ്റ് വൺ ഓഫറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. റിവാർഡ് റേറ്റ് പറയുകയാണെങ്കിൽ 150 രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ 2 റിവാർഡ് പോയിൻ്റാണ് കിട്ടുന്നതിന്. അപ്പോൾ ലിങ്ക് കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെക്കൗട്ട് ചെയ്ത് നോക്കാൻ മറക്കുന്നത് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ HDFC കാർഡിൻ്റെ കാര്യം പറയുമ്പോൾ HDFC പിക്സൽ കാർഡിനും അതുപോലെ തന്നെ HDFCയുടെ സ്വിഗ്ഗി HDFC ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡിനും അത്യാവശ്യം അപ്രൂവൽ ആവുന്നുണ്ട്. നമ്മുടെ HDFC പിക്സൽ പ്ലേ കാർഡ് എന്ന് പറയുന്നത് ലൈഫ് ടൈം ഫ്രീ കാർഡാണ്, കുഴപ്പമില്ല. പക്ഷേ മറ്റേത് നമ്മുടെ ലൈഫ് ടൈം ഫ്രീ കാർഡല്ല കേട്ടോ. അപ്പോൾ ഈ 2 കാർഡുകളാണ് നമ്മൾ ടാറ്റാന്യൂവിൻ്റെ ഇപ്പോൾ അത്യാവശ്യം ഭയങ്കരമായിട്ട് ഒരു ആവറേജ് അപ്രൂവൽ റേറ്റ് മാത്രമേ ഉള്ളൂ. ഞാൻ വേണമെങ്കിൽ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ കൊടുക്കാം. ഈ 3 കാർഡിന് HDFC ബാങ്കിൻ്റെ ലിങ്ക് ഞാൻ വേണമെങ്കിൽ താഴെ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഇതിൻ്റെ കാര്യമാണ് പിക്സലിൻ്റെയും അതുപോലെ തന്നെ സ്വിഗ്ഗിയുടെയും കാര്യം പറയുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 75% ഒക്കെ നമുക്ക് അപ്രൂവൽ റേറ്റ് ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. പിന്നെ നമുക്ക് പറയാനുള്ളത് നമ്മുടെ IDFC ബാങ്കിൻ്റെ കാർഡുകളാണ്. IDFC ബാങ്കിൻ്റെ കാർഡുകൾ കുറേ ഉണ്ട്. അത്യാവശ്യം നമ്മുടെ IDFC ബാങ്കിൻ്റെ ക്ലാസിക് ക്രെഡിറ്റ് കാർഡ് എന്ന സാധനം, അതും ലൈഫ് ടൈം ഫ്രീ കാർഡ് തന്നെയാണ്. ഇവർക്ക് ആകെ ഒരു കുഴപ്പം നമ്മുടെ പിൻകോഡ് ഭയങ്കര ഇഷ്യൂ ആണ്. ഇവർക്ക് പിൻകോഡ് സർവീസ് അവിടെ അല്ലെങ്കിൽ കിട്ടില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ അപ്ലൈ ചെയ്യാവുന്ന 2 കാർഡുകൾ എന്ന് പറയുന്നത് നമ്മുടെ IDFC ഫസ്റ്റ് ക്ലാസിക് ക്രെഡിറ്റ് കാർഡും അതുപോലെ തന്നെ നമ്മുടെ HPCLൻ്റെ ഫസ്റ്റ് പവർ കാർഡുമാണ്. അതൊരു ഫ്യൂവൽ കാർഡാണ്. 499 ചാർജ് വരുന്നുണ്ട്, ലൈഫ് ടൈം ഫ്രീ ഒന്നുമല്ല. വലിയ കുഴപ്പമില്ലെന്ന് പറയാം, റൂപേ പ്ലാറ്റ്ഫോമിൽ വരുന്നതാണ്. പിന്നെ നമ്മുടെ IDFC ഫസ്റ്റ് ക്ലാസിക് കാർഡ് എന്ന് പറയുമ്പോൾ അത് ആക്ച്വലി റൂപേയിലല്ല വരുന്നത് കേട്ടോ. പക്ഷേ അത് ലൈഫ് ടൈം ഫ്രീ കാർഡാണ്. ഫസ്റ്റ് ക്ലാസിക് ക്രെഡിറ്റ് കാർഡിൻ്റെ ഫീച്ചേഴ്സ് ജസ്റ്റ് ഒരു മൈന്യൂട്ടായിട്ടുള്ള ഫീച്ചേഴ്സ് പറഞ്ഞാൽ 25% Paytm മൂവീസിൽ നമുക്ക് ഓഫർ കിട്ടുന്നുണ്ട്, 20% ഓഫ് ഓൺ ഡൈനിങ് ഓഫർ കിട്ടുന്നുണ്ട്, കോംപ്ലിമെൻ്ററി ആയിട്ട് എയർപോർട്ട് അതുപോലെ തന്നെ റെയിൽവേ ലോഞ്ചസും കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ ഫസ്റ്റ് പവറിൻ്റെ അത് നിങ്ങൾക്ക് അറിയണ്ടായിരിക്കും. HPCL ഫ്യൂൽ ട്രാൻസാക്ഷനാണ് നമുക്കിത് 5% അപ് ടു ആണ് കേട്ടോ, അല്ലാണ്ട് ഫുൾ 5% ഒന്നും കിട്ടില്ല, അല്ല അപ് ടു ആണ്. ഫ്യൂൽ ക്രെഡിറ്റ് കാർഡ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒരു ആവറേജ് അല്ലെങ്കിൽ ബിലോ ആവറേജ് മാത്രമാണ് നമുക്ക് റിട്ടേൺ തരുന്നത്. ഒന്നും കിട്ടാനായിട്ടും ഭേദമാണെന്ന് മാത്രം, അത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് അടുത്തത് പറയാനുള്ളത് IndusInd ബാങ്കിൻ്റെയാണ്. IndusInd ബാങ്കിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി ഇപ്പോൾ ഞാൻ റീസെൻ്റ്ലി ഇപ്പോൾ എടുത്തുള്ളൂ. എന്ന് വെച്ചാൽ നമുക്ക് ഇതിൽ എത്രയും കാലമായിട്ട് നമ്മുടെ പിൻകോഡ് ഇവിടെ സർവീസബിൾ ആയിരുന്നില്ല. അപ്പോൾ ഞാൻ ഓൾറെഡി 2 കാർഡ് എടുത്തിട്ടുണ്ട്. ഒരെണ്ണം പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡും ഒരെണ്ണത്തിൻ്റെ പേരെന്തായിരുന്നു, മറന്നുപോയില്ലോ. എന്തായാലും നമുക്ക് പറയാം. ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് തന്നെയാണ് IndusInd ബാങ്കിൻ്റെ പ്ലാറ്റിനം റൂപേ ക്രെഡിറ്റ് കാർഡാണ്. ലൈഫ് ടൈം ഫ്രീ കാർഡുകളാണ്, ഇഷ്യൂസും കാര്യങ്ങളൊന്നുമില്ല. ലൈഫ് ടൈം ഫ്രീ 0 ആണ്. ബുക്ക് മൈ ഷോയിൽ ബൈ വൺ ഗെറ്റ് വൺ ഓഫർ ഉണ്ട്. 1.5 റിവാർഡ് പോയിൻ്റ് ആണ് പെർ 100 രൂപീസ് സ്പെൻഡ് വരുന്നത് കേട്ടോ. ഇതിൻ്റെ ഞാൻ വേറൊരു കാർഡ് കൂടി ഉണ്ടായിരുന്നു, അതിൻ്റെ പേര് ഞാൻ മറന്നല്ലോ. ലെജൻഡ് കാർഡ്, എൻ്റെ അടുത്തത് ലെജൻഡ് കാർഡാണ്. ഇതും ലൈഫ് ടൈം ഫ്രീ. ഇവരുടെ മിക്ക എല്ലാ കാർഡുകളും ഇപ്പോൾ ലൈഫ് ടൈം ഫ്രീ ഓഫറിലാണ് കേട്ടോ. ലെജൻഡ് കാർഡ് ഉണ്ട്. പിന്നെ വരുന്നത് ഈസി ഡൈനർ IndusInd ബാങ്കിൻ്റെ കാർഡ് ഉണ്ട്. ഈസി ഡൈനർ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. എന്ന് വെച്ചാൽ നമ്മൾ കേരളത്തിൽ ഈസി ഡൈനർ കിട്ടിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. പിന്നെ ഇവരുടെ എല്ലാം ചാർജബിൾ ആയിട്ടുള്ള കാർഡാണ്. പിന്നെ ടൈഗർ ക്രെഡിറ്റ് കാർഡ് ഉണ്ട്, അത് അത്യാവശ്യം നല്ല കാർഡാണ്. പക്ഷേ അപ്രൂവൽ ആയിട്ട് ഒരു ആവറേജ് എന്നാ പറയാനുള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് പോകാനുള്ളത് നമ്മുടെ ഫെഡറൽ ബാങ്കിൻ്റെ സ്കാപ്പി ക്രെഡിറ്റ് കാർഡാണ്. സ്കാപ്പി ക്രെഡിറ്റ് കാർഡ് നോർമലി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്രൂവൽ റേറ്റ് അപ്രൂവൽ റേറ്റ് അത്യാവശ്യം ഒരു ആവറേജ് എന്നേ പറയാനുള്ളൂ. മിക്ക ആൾക്കാർക്കും റിജക്റ്റ് ആവാറുണ്ട്. പക്ഷേ ഈ ഒരു മാസത്തിൽ അത്യാവശ്യം കുറേ പേർക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇതിനെ ഈ ലിസ്റ്റിലിടാൻ മെയിൻ കാരണം. പിന്നെ ഒരു ഗുണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഫെഡറൽ ബാങ്കിൻ്റെ കാർഡും ഫെഡറൽ ബാങ്കാണ് സ്കാപ്പി കാർഡ് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പക്ഷേ നിങ്ങൾക്ക് ഒരു ഗുണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് സ്കാപ്പി കാർഡ് ഉണ്ടെങ്കിൽ ഇപ്പോൾ ആക്ച്വലി ആദ്യം ഇത്രയും കാലം
നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒരു കാർഡ് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. ഒന്നെങ്കിൽ ഫെഡറൽ ബാങ്കിൻ്റെ കാർഡ് അല്ലെങ്കിൽ സ്കാപ്പിയുടെ കാർഡ്. പക്ഷേ ഇപ്പോൾ നമുക്കത് രണ്ടും കൂടി എടുക്കാമെന്നുള്ളൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അത് മാത്രമല്ല, രണ്ടെണ്ണത്തിന് നമുക്ക് സെപ്പറേറ്റ് ലിമിറ്റാണ് കിട്ടുക. അതൊരു നല്ലൊരു പരിപാടിയാണ്. സ്കാപ്പിയ കാർഡിനെ കുറിച്ച് നിങ്ങൾ ഞാൻ പ്രത്യേകിച്ച് പറയണമെന്ന് വിചാരിക്കുന്നു. ഒരു ട്രാവൽ ക്രെഡിറ്റ് കാർഡാണ്. നമുക്ക് എയർപോർട്ട് ലഞ്ചസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഇപ്പോൾ സ്പെൻഡ് ബേസ്ഡ് ആയിട്ടുണ്ട്. നിങ്ങളൊരു മാസം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം അടുത്ത മാസം കിട്ടുള്ളൂ അത്. പിന്നെ വരുന്നത് നമ്മുടെ BOBയുടെ EC കാർഡ് ഉണ്ടല്ലോ. BOBയുടെ EC കാർഡും ലെഫ്റ്റ് എവറി കാർഡ് തന്നെയാണ്. ഒരു രൂപയ്ക്ക് വരുന്നതാണ്. ആവറേജ് കാർഡ് എന്ന് വേണമെങ്കിൽ പറയാം. 5 പോയിൻറ്റ് പെർ 100 റുപ്പീസാണ് മൂവീസിലും ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറിൽ സ്പെൻഡ് ചെയ്യുമ്പോൾ. വേറെ വലിയ സ്പെഷ്യൽ ഫീച്ചേഴ്സും കാര്യങ്ങളൊന്നും വരുന്നില്ല. യെസ് ബാങ്കിൻ്റെയും അതുപോലെ തന്നെ SBIയുടെ കാർഡും ഞാൻ അങ്ങനെ റെക്കമെൻഡ് ചെയ്യുന്നില്ല. പക്ഷേ നമ്മുടെ SBIയുടെ സിമ്പിൾ ക്ലിക്ക് കാർഡ് ഉണ്ടല്ലോ, അതൊരു അത്യാവശ്യം ഒരു ആവറേജ് ഒരു 50% താഴെ മാത്രമേ അപ്രൂവ് ആയിട്ടുള്ളൂ. പക്ഷേ ഇപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് SBIയുടെ കാർഡ് അപ്രൂവ് ആവുന്ന ഈ സാധനമാണ്. പിന്നെ നമ്മുടെ ഫ്ലിപ്കാർട്ടിൻ്റെ ആക്സസ് അത് പിന്നെ നിങ്ങൾക്ക് ഓൾറെഡി ഓപ്ഷൻ വരണം ഫ്ലിപ്കാർട്ടിൽ, എന്നാലും മാത്രമേ കിട്ടുള്ളൂ. പക്ഷേ അല്ലാണ്ട് നിങ്ങളൊരു SBI കാർഡ് നോക്കുന്നുണ്ടെങ്കിൽ ക്യാഷ് ബാക്ക് കാർഡൊന്നും അപ്ലൈ ചെയ്യണം കേട്ടോ. ഭയങ്കര അപ്രൂവൽ റേറ്റ് കുറവാണ്. 10% താഴെയാണ്. 10% ഇല്ല. ഭയങ്കര അപ്രൂവൽ റേറ്റ് കുറവാണ്. അപ്പോൾ ഞാൻ വേണമെങ്കിൽ ലിങ്ക് കൊടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ സിമ്പിൾ ക്ലിക്ക് മാത്രം നോക്കിയാൽ മതി കേട്ടോ. പിന്നെ വരുന്നതാണ് നമ്മുടെ AU ബാങ്ക് എന്ന് ഞാൻ റെക്കമെൻഡ്. യെസ് ബാങ്ക് ഞാൻ ഇഗ്നോർ ചെയ്യുകയാണ്. യെസ് ബാങ്കിൻ്റെ ഇപ്പോൾ ഭയങ്കര അപ്രൂവൽ റേറ്റ് കുറവാണ്. കിവി കാർഡും ഇതേ അവസ്ഥ തന്നെയാണ്. RBL ബാങ്കിൻ്റെയും ഇതേ അവസ്ഥ തന്നെയാണ്. ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ ടൈഗർ ക്രെഡിറ്റ് കാർഡ് ഞാൻ അത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാം കണക്കാണ്. റിയോ കാർഡ് അതൊക്കെ യെസ് ബാങ്കിൻ്റെ കാർഡുകൾ തന്നെയാണ്. പിന്നെ ഇത്രയും കാർഡുകൾ തന്നെ നമുക്ക് ആക്ച്വലി ഈ ഒരു മാസത്തേക്ക് ഈ മാസം അടുത്ത മാസം അത്യാവശ്യം നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് അപ്ലൈ ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാവുന്ന കാർഡുകൾ, അതായത് കിട്ടാനുള്ള ചാൻസ് കൂടുതലുള്ള കാർഡുകൾ കേട്ടോ. അപ്പോൾ ഇതൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് വിചാരിക്കുന്നു. 6 മിനിറ്റായി. അപ്പോൾ അത്യാവശ്യം വലിയ ഷോർട്ടല്ല എന്ന് പറയാം. അപ്പോൾ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്താലോ. അതുപോലെ തന്നെ നമ്മളെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാം. നിങ്ങൾക്ക് അതിൽ നമ്മുടെ പേജ് അതിലുണ്ട്. നിങ്ങൾക്ക് അതിൽ വേണമെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതി. പേജ് ഫോളോ അടിച്ചിട്ട് മെസ്സേജ് അയക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. നമ്മളെല്ലാ കമൻറ്റും റിപ്ലൈ കൊടുക്കുന്നതാണ് കേട്ടോ. പിന്നെ നമ്മൾ ടെലിഗ്രാം ചാനലിലും ഉണ്ട്. നമ്മളതുപോലെ ഇതുപോലെ നമ്മുടെ എന്താ പറയുക ഫൈനാൻഷ്യൽ ലിങ്കുകളും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് അതിൽ ഫോളോ ചെയ്ത് വയ്ക്കാം. ഈ പറയുന്ന എല്ലാ ലിങ്കുകളും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് മറക്കണ്ട. നമ്മൾ എന്താ പറയുക ഈ പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ അത്രയ്ക്ക് അങ്ങോട്ട് ആക്റ്റീവ് ഒന്നുമല്ല. പക്ഷേ ഇതുപോലെ തന്നെ എന്താ പറയുക നമുക്ക് യൂട്യൂബിൽ ഈ വോയിസ് അയച്ചിട്ടുള്ള പരിപാടികളൊന്നും നടക്കില്ലല്ലോ. സംശയങ്ങൾ ക്വറീസൊക്കെ ക്ലിയർ ചെയ്യാൻ കുറച്ച് പണിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളൊരു സൈഡായിട്ട് ഇൻസ്റ്റാഗ്രാം വെച്ചേക്കുന്നത്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ വരുന്നവരൊന്ന് പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. എന്ന് വെച്ചാൽ അല്ലെങ്കിൽ തന്നെ കുറേ മെസ്സേജസ് വരുന്നുണ്ട്. അപ്പോൾ ഒന്നാമത് നിങ്ങൾക്ക് അതിൻ്റെ മെസ്സേജ് സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ പേജ് ഫോളോ അടിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് അതിൽ മെസ്സേജ് ഓപ്ഷൻ വരുള്ളൂ. അപ്പോൾ അത് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഡിസ്ക്രിപ്ഷൻ ചെക്ക് കൊടുത്താൽ മതി. എല്ലാ ഡീറ്റെയിൽസും ഞാൻ അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ എൻ്റെ പേര് അജയ്. ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റാണ്. നമ്മുടെ ടെക് ഫിനാൻസ് എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫൈഡ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക നമ്മുടെ 2 മെയിൻ ചാനൽസും ഉണ്ട്. ഇത് നമ്മുടെ മെയിൻ ചാനലാണ്. പിന്നെ നമ്മളൊരു പുതിയ ചാനൽ ടെക്കിന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതിൽ നമ്മൾ ആക്ച്വലി ടെക്കും ഫിനാൻസും ചെയ്യാറുണ്ട്. ഒരു ടെക്ക് മാത്രമായിട്ടുള്ള നമ്മളൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു, GHH വേൾഡ് എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 4000K+ ആയിട്ടുണ്ട് ഇപ്പോൾ അതിൽ. അപ്പോൾ ടെക്ക് ഇഷ്ടപ്പെടുന്നവർ അത് ഫോളോ ചെയ്യാൻ മറക്കണ്ട. നമ്മൾ അതിലൊരു എന്താ പറയുക യൂസേജ് പ്രൊഡക്ട്സുകളുടെ സംഭവമാണ്. ഫോണുകളും മെയിനായിട്ട് ഫോണുകളുടെയും പ്രൊഡക്ട്സുകളുടെയൊക്കെയാണ്. അപ്പോൾ നോക്കാൻ മറക്കണ്ട കേട്ടോ. അടുത്ത വീഡിയോ കാണാം.